അങ്ങനെ നമ്മൾ ബസ്സൊക്കെ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേനും അവൾമാർ നമുക്ക് ഫുഡ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഇവിടെ നിന്ന് സൊറ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ട്രെയിൻ ലേറ്റ് ആണെന്ന്. അപ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ആയതുകൊണ്ട് പിന്നെ ഒറ്റ മൈൻഡിൽ കന്യാകുമാരിയിൽ പോയി കയറി. അതിനകത്ത് വീട്ടിൽ നിന്ന് പുഴുങ്ങിയിട്ട് ചാടി വെളിയിൽ ഇറങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അബിതയുടെ കയ്യും കല്ലും പിടിച്ചിത് വാങ്ങി പിന്നെ ഇത് ഊതി കളിക്കായിരുന്നു അവിടെ. അങ്ങനെ രാത്രി ആയപ്പോഴത്തേനും നല്ല മഴ, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. പിന്നെ ഈ ബുക്കൊക്കെ വായിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരുന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേനും രാവിലെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. പിന്നെ കുറേ അടിപൊളി വ്യൂ ഒക്കെ കിട്ടി. അതൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തങ്ങിരുന്ന്. എനിക്കാണെങ്കിൽ എപ്പോഴും ഈ ഫ്രണ്ടിലോട്ട് പോകുന്ന ട്രെയിനിന് ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തല ഇറങ്ങുന്ന ടെൻഡൻസി വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ലോക്കോ പൈലറ്റിനെ സ്മരിച്ചുകൊണ്ട് ട്രെയിനിൽ നിന്ന് പോയി. കാരണം 9 മണിക്ക് വരേണ്ട ട്രെയിൻ 12:30 ആയപ്പോഴേ വന്നത്. വിശന്ന് പണ്ടം കയറിയിട്ട് ഓരോ മസാല ദോശയും കഴിച്ചിട്ട് നേരെ അടുത്ത ബസ് പിടിച്ച് പത്തനംതിട്ടയ്ക്ക് പോയി. ഈ മലയാളത്തിൽ എഴുതി ബോർഡൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര സമാധാനമാണ്. അങ്ങനെ പത്തനംതിട്ടയൊക്കെ എത്തിയിട്ട് നേരെ അടുത്ത വീക്കോട്ടയം ബസ് പിടിച്ച് നമ്മൾ ബസ്സിൽ കയറി. ഇത് ഞാൻ 8-9 പഠിച്ച സ്കൂളാണ്. അങ്ങനെ വീക്കോട്ടയത്ത് വന്നൊരു ഓട്ടോയൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തി. അവിടെ ആരും ഇല്ലായിരുന്നു. പിന്നെ വന്നൊരു വിശാലമായ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തോ ഭയങ്കര ഒരു സമാധാനമായിരുന്നു. അങ്ങനെ അമ്മ കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാളിന് ശേഷം അമ്മയുടെ ഫുഡ് കഴിച്ചപ്പോൾ എന്തോ ഇല്ല സ്വർഗ്ഗം കിട്ടിയൊരു ഫീലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിറങ്ങിയത്. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.